ഇത് മണ്ഡലകാലം. ശരണം വിളികളുമായി ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ മല ചവിട്ടുന്ന കാലം. അയ്യപ്പസ്വാമിയുടെ കഥകൾ നിരവധി ചിത്രങ്ങൾക്ക് പ്രമേയമായിട്ടുണ്ട്. ഇതിൽ ആദ്യത്തേത് 1961 പുറത്തിറങ്ങിയ ശബരിമല അയ്യപ്പനായിരുന്നു. പിന്നീട് 1970 ശ്രീ എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര എന്നൊരു ചിത്രവും പുറത്തു വന്നു. എന്നാൽ 1975 മെർലാൻഡിൻ്റെ ബാനറിൽ പുറത്തു വന്ന സ്വാമി അയ്യപ്പനാണ് ഇതിലേറ്റവും അധികം പ്രശസ്തമായത്. വയലാർ, ശ്രീകുമാരൻ നമ്പി എന്നിവർ രചിച്ച ഗാനങ്ങൾക്ക് ദേവരാജ മാസ്റ്ററാണ് ഈണമിട്ടത്. അയ്യപ്പസ്വാമി ദിവസവും ഉറങ്ങുന്നത് കുമ്പക്കുടി കുളത്തൂർ അയ്യർ രചിച്ചതായി കരുതപ്പെടുന്ന ഹരിവരാസനം കേട്ടാണെന്നാണ് വിശ്വാസം. ഈ ഹരിവരാസനം എന്ന ഗാനം ആദ്യം ഒരു ഭജന രീതിയിലായിരുന്നു അത്രേ പാടിയത്. ദേവരാജൻ മാസ്റ്ററാണ് നമ്മളിപ്പോൾ കേൾക്കുന്ന രീതിയിലുള്ള മധ്യമാവധി രാഗത്തിലേക്ക് അതിനെ ചിട്ടപ്പെടുത്തിയത്. എന്തായാലും ഇന്ന് അയ്യപ്പസ്വാമി ഉറങ്ങുന്നത് ദാസേട്ടൻ പാടിയ ആ മനോഹരമായ ഹരിവരാസനം കേട്ടാണ്. മണ്ഡലകാല പുലരികളെ ഭക്തിസാന്ദ്രമാക്കുന്ന ആ ഗാനം നമുക്കൊന്ന് കേൾക്കാം. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ശരണകീർത്തനം ശക്തമാനസം ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. കളമൃദുസ്മിതം സുന്ദരാനനം കളഭകോമളം ഗാത്രമോഹനം കളഭകേസരീ വാജിവാഹനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ശ്രുതജനപ്രിയം ചിന്തിതപ്രദം ശ്രുതിവിഭൂഷണം സാധുജീവനം ശ്രുതിമനോഹരം ഗീതലാലസം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ഒരു മലയാളി ഹിന്ദി ചലച്ചിത്ര രംഗത്ത് പോയി പേരെടുക്കുക എന്നത് ഏറ്റവും ദുഷ്കരമായ കാര്യമാണ്. വിജയിച്ചവരുടെ ലിസ്റ്റിൽ പ്രിയദർശൻ്റെയും സന്തോഷ് ശിവൻ്റെയും എല്ലാം കാര്യം ഒറ്റപ്പെട്ട ഉദാഹരണങ്ങൾ മാത്രം. 1960കളിലും 70കളിലുമെല്ലാം ഇത്തരമൊരു അനുഭവം പോലും ഉണ്ടായിട്ടില്ല. എന്നാൽ 1940കളിൽ നമ്മുടെ ഒരു നായിക പോയി ഹിന്ദി സിനിമയിലെ പ്രധാന നായികയായി മാറി, പത്മിനി. 1948 പുറത്തിറങ്ങിയ ഉദയശങ്കറിൻ്റെ കൽപ്പന എന്ന ചിത്രത്തിലൂടെയായിരുന്നു പത്മിനിയുടെ അരങ്ങേറ്റം. പിന്നീട് ഇവർ രാജ് കപൂറിൻ്റെ പ്രശസ്തയായ നായികയായി മാറി. 1960 പുറത്തിറങ്ങിയ ജിസ് ദേശ് മേ ഗംഗാ ബഹത്തി ഹൈയാണ് പത്മിനിയെ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് ഉയർത്തിയത്. ചിത്രത്തിൽ ശങ്കർ ജയകിഷന്മാർ ഈണമിട്ട ലതാജി പാടിയ വളരെ പ്രശസ്തമായ ഈ ഗാനത്തിലൂടെ നമുക്ക് പത്മിനിയെ ഒരിക്കൽ കൂടി